ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് വചനം സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് രണ്ട് തരത്തിലുള്ള ജ്ഞാനത്തെക്കുറിച്ചാണ്. ദൈവിക ജ്ഞാനം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാനും ദൈവസന്നിധിയിൽ നീതിമാന്മാരുടെ മേൽ ജീവിക്കുവാനും സാധിക്കുകയുള്ളൂ. ദൈവം പറയുന്നു, ഉയരത്തു നിന്നുള്ള ജ്ഞാനം ഞാൻ നിനക്കായി നൽകിയിരിക്കുന്നു. ആ ഉയരത്തു നിന്നുള്ള ജ്ഞാനം പ്രാപിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ വിശ്വാസ ജീവിതം താഴ്മയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയജനമേ, നാം ജീവിക്കുന്ന ഏത് സമൂഹത്തിലാണോ ആ സമൂഹത്തിൻ്റെതായ ഒരു ശൈലി അല്ലെങ്കിൽ രീതി നമ്മുടെ സ്വഭാവത്തിലും ഉണ്ടാകും. ഈ സ്വഭാവം സവിശേഷത പലപ്പോഴും നമ്മുടെ ഹീനപ്രവർത്തികൾക്ക് കാരണമായി തീരും. ദൈവവചനം പറയുന്നു, സമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും ലഭിക്കുന്ന ജ്ഞാനമാണ് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷത രൂപപ്പെടുത്തിയെടുക്കുന്നത്. പലപ്പോഴും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ദൈവസന്നിധിയിൽ നാം ഉയരത്തു നിന്നുള്ള ജ്ഞാനം പ്രാപിക്കാതെ സമൂഹത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനം കൊണ്ട് ജീവിക്കുന്നതായി കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൻ്റെ മോഹങ്ങളിലും അതുപോലെ തന്നെ പലവിധമാവുന്ന പ്രതികൂല സാഹചര്യങ്ങളിലും നാം ആയിപ്പോകുവാൻ കാരണമായി തീരുന്നത്. എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയജനമേ, 1 കൊരിന്ത്യർക്ക് 1-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു: നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. നമുക്ക് ദൈവത്തിങ്കൽ നിന്നുള്ള ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. നിങ്ങളോ ജ്ഞാനത്തിൽ ക്രിസ്തു യേശുവിലിരിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമെന്ന ദാവീദ് രാജാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് യഹോവ ഭക്തി ഉണ്ടായിരിക്കണം. യഹോവയിലുള്ള ഭക്തി നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജ്ഞാനം പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് ജ്ഞാനം അപ്രാപ്യമായിരിക്കുന്നു. ഉയരത്തു നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ജ്ഞാനം നാം പ്രാപിക്കുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നാം ആവാഹിക്കുന്നുണ്ടോ? അവൻ്റെ സ്വഭാവ സവിശേഷത നമ്മുടെ സ്വഭാവത്തിലും കാണുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാകുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെ കൃപ നമ്മളിൽ ഉണ്ടാകുമ്പോൾ ദൈവിക ജ്ഞാനവും നമ്മളിലായിരിക്കണം. പലപ്പോഴും നമുക്ക് ദൈവിക ജ്ഞാനം ആയിരുന്നിട്ട് കൂടി നാം അതിൽ അഹങ്കരിക്കാറുണ്ട്. അഹങ്കരിക്കുന്ന സ്വഭാവത്തോടു കൂടി ആയിരിക്കുമ്പോഴാണ് പല ജീവിത ശകലങ്ങളും നാം കൈവിട്ടു പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഈ നാഴികയിൽ നാം ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഭരമേൽപ്പിക്കുകയാണ് എങ്കിൽ, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നാം അവസരം നമ്മുടെ ഹൃദയത്തിൽ നൽകുകയാണ് എങ്കിൽ, അനേകം കാര്യങ്ങൾ നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ചെയ്ത ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കും. ഇവിടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അനേകം പരീക്ഷന്മാർ അവരെ പരീക്ഷിക്കുവാൻ തക്കവണ്ണം ഇവിടെ ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പരിഹസിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ ശിക്ഷിക്കുന്നതിന് വേണ്ടി അവരെപ്പോഴും അതിന് ശ്രമിച്ചു കൊണ്ടിരുന്നു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 15 മുതൽ 22 ഭാഗങ്ങൾ ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും ഈ കാര്യം. അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ച് കൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹെരോദ്യരോടുകൂടെ അവൻ്റെ അടുക്കൽ അയച്ചു. ഗുരു, നീ സത്യവാനും ദൈവത്തിൻ്റെ വഴി നേരായി പഠിപ്പിക്കുന്നവനും മനുഷ്യരുടെ മുഖം നോക്കാത്തവനും ആകയാൽ ആരെയും ശങ്കിക്കയില്ലതാനും ആകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നിനക്ക് എന്തു തോന്നുന്നു? കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. യേശു അവരുടെ ദുഷ്ടത അറിഞ്ഞ്, കപടഭക്തിക്കാരെ, എന്നെ പരീക്ഷിക്കുന്നത് എന്താ? കരത്തിനുള്ള നാണയം കാണിപ്പിൻ എന്ന് പറഞ്ഞു. അവർ അവൻ്റെ അടുക്കൽ ഒരു വെള്ളിക്കാശ് കൊണ്ടുവന്നു. അവൻ അവരോട്, ഈ സ്വരൂപം മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ
കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ കേട്ട് ആശ്ചര്യപ്പെട്ട് അവനെ വിട്ടു പോയി കളഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ നടന്ന ഒരു സംഭവമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി പരീശന്മാർ അത്രയധികം പണിപ്പെട്ടുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരീക്ഷിക്കപ്പെടുന്നു, ദൈവത്തെ പരീക്ഷിക്കപ്പെടുന്നു. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ആ പരീശന്മാരുടെ ഉള്ളിലെ ചിന്ത ദൈവം അറിഞ്ഞുകൊണ്ട് അവിടെ ഒരു പരിഹാരം കാണുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരം ഒരു പരിഹാരം കാണണമെങ്കിൽ ഈ ദൈവിക ജ്ഞാനം നമ്മിലുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇപ്രകാരമുള്ള ചിന്താഗതികളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിന് കർത്താവായ യേശു ക്രിസ്തു പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നമ്മുടെ സന്നിധിയിലേക്ക് വരണം, നമ്മുടെ ഉള്ളിലേക്ക് കയറണം. അവൻ തന്നെയാണ് നമുക്ക് ഉയരത്തു നിന്നുള്ള ജ്ഞാനമെന്ന് പറയുന്നത്. ഇവിടെ ഒരു ബൈബിൾ വാക്യം നമ്മളെ ഇപ്രകാരം ഓർമ്മപ്പെടുത്തുന്നു. 1 കൊരിന്ത്യർക്കെതിരെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായി ക്രിസ്തുവിനെ തന്നെ, ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്രിസ്തുവിനെ നാം പ്രാപിക്കുകയാണ് എങ്കിൽ നമ്മെ പരിഹസിക്കുവാനും നമ്മെ പരീക്ഷിക്കുവാനും നമ്മെ ശിക്ഷിക്കുവാനും വരുന്ന ഈ ലോകത്തിലെ മോഹങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. അതിന് ദൈവിക ജ്ഞാനം നമ്മളിൽ ഉണ്ടായിരിക്കണം. ഈ ദൈവിക ജ്ഞാനം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. കർത്താവായ യേശു ക്രിസ്തുവുമായി നാം ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നമുക്കിതിനെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം ഒരു ദൈവിക പൈതലായി, ദൈവത്തെ അനുസരിച്ച് വളരുന്ന ഒരു പൈതലായി മാറുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. ദൈവിക ജീവിതം, ഈ വിശ്വാസ ജീവിതം നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമാക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ സന്നിധിയിലേക്ക് കടന്നു വരണം. നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിന് സ്ഥലം നാം ഒരുക്കി കൊടുക്കണം. ഇവിടെ എന്നെ കേൾക്കുന്നതിൻ്റെ പ്രിയജനമേ, അതായത് ശലോമോൻ ജ്ഞാനിയായ ശലോമോൻ, അദ്ദേഹം ഇസ്രായേൽ മക്കളെ രാജാവായി നയിക്കുന്നതിൻ്റെ ഫലമായി ആദ്യം അദ്ദേഹം ചോദിച്ചത്, കർത്താവായ യേശുവേ, എനിക്ക് ഈ ജനത്തെ നയിക്കുവാൻ ഉള്ള ജ്ഞാനവും വിവേകവും അങ്ങ് നൽകണമേ. ഇത്രയും വലിയൊരു സമൂഹത്തെ നയിക്കുവാനുള്ള ജ്ഞാനവും വിവേകവും ദൈവമേ അങ്ങ് എന്നിൽ നൽകണമേ എന്ന് ഇവിടെ പറയുന്നതായി കാണുവാൻ സാധിക്കുന്നു. ഇവിടെ ശലോമോൻ ജ്ഞാനിക്ക് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഈ ഭാഗത്ത് 2 സ്ത്രീകളെ നമുക്ക് പരിചയപ്പെടുവാൻ സാധിക്കും. ഈ 2 സ്ത്രീകളും വന്നിരിക്കുന്നത് ഒരേ ആവശ്യവുമായിട്ടാണ്. 2 സ്ത്രീകൾക്കും ഓരോ കുഞ്ഞുങ്ങൾ വീതമുണ്ട്. ഒരു കുഞ്ഞ് മരിച്ചുപോയി. ഒരു ദുഷ്ടസ്ത്രീ ആ കുഞ്ഞ് മരിച്ചിട്ട് ആ സ്ത്രീയുടെ കുഞ്ഞിനെ മറ്റേ സ്ത്രീക്ക് കൊടുത്തതിന് ശേഷം അവളുടെ ജീവനുള്ള കുഞ്ഞിനെ അവൾ അരികിലേക്ക് മാറ്റിക്കിടത്തി. എന്നിട്ട് നീതി ലഭിക്കുന്നതിന് വേണ്ടി ശലോമോൻ ജ്ഞാനിയുടെ സന്നിധിയിലായിരുന്നു. അപ്പോൾ രാജസന്നിധിയിൽ വന്നപ്പോൾ ശലോമോൻ ജ്ഞാനി അത്യധികം ഭാരപ്പെട്ടൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മീയ ജ്ഞാനം ഉണ്ടായിരുന്നു. ഇതിന് തീർപ്പ് കൽപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. ഈ പ്രശ്നത്തിന് നല്ലൊരു പരിഹാരം അദ്ദേഹത്തിന് സാധിച്ചു. അദ്ദേഹം പറഞ്ഞു, ആ ജീവനുള്ള കുഞ്ഞിനെ ഇനി നൽകുക, അതിനെ ഞാൻ 2ആയിട്ട് മുറിച്ച് 2 പേർക്കായിട്ടും തരാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ജീവനുള്ള കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ പറഞ്ഞു, ഈ കുഞ്ഞിനെ അവൾക്ക് തന്നെ കൊടുത്തേക്കുക, അത് ജീവിച്ചിരിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ദുഷ്ടസ്ത്രീയോ, ഈ കുഞ്ഞ് കുഴപ്പമില്ല, അങ്ങ് തീരുമാനിച്ച തീരുമാനമാണ് വലുത് എന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആ ജീവനുള്ള കുഞ്ഞിനെ തൻ്റെ
യഥാർത്ഥ അമ്മയ്ക്ക് കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള ജ്ഞാനം ശലോമോൻ ജ്ഞാനിക്ക് ഉയരത്തിൽ നിന്ന് ദൈവം നൽകിയതാണ്. അപ്രകാരം ഒരു ജ്ഞാനം ദൈവം നമ്മളിലും ഫലമേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് ശലോമോൻ ജ്ഞാനിക്ക് അന്ന് കൊടുക്കുവാൻ തക്കവണ്ണം, യഥാർത്ഥ അമ്മയെ കണ്ടെത്തുവാൻ തക്കവണ്ണം സാധിച്ചു. ആ അമ്മയെ കണ്ടെത്തി മകനെ ഏൽപ്പിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. അതിന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമാണ് പ്രധാനമായിരുന്നത്. ഈ ദൈവിക ജ്ഞാനം നാം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ ഓർത്തുകൊണ്ട് ദൈവിക ജ്ഞാനം നമ്മുടെ ഉള്ളിലാകണം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ എപ്പോഴും അതിനായി പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ജ്ഞാനം നമ്മളിലുണ്ട് എങ്കിൽ അനേകം നന്മകൾ നമ്മുടെ സഭകളിലായിരുന്നാലും നമ്മുടെ ചുറ്റുപാടുകളായിരുന്നാലും സമൂഹത്തിലായിരുന്നാലും നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം സാധിക്കും. അനേകം ആളുകൾക്ക് നന്മയ്ക്ക് ഒരു മാതൃകയാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. വിശ്വാസ ജീവിതത്തിൽ നാം നന്മയുടെ പ്രതീകങ്ങളാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പലപ്പോഴും നിങ്ങളെ പരീക്ഷിക്കുവാനും പരിഹസിക്കുവാനും അനേകം ആളുകൾ ശ്രമിക്കാറുണ്ട്. അനേകം ആളുകൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താറുണ്ട്. അനേകം ആളുകൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളെ ഹനിക്കുന്നതിനു വേണ്ടി, സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിലാക്കുന്നതിനു വേണ്ടി ശ്രമിക്കാറുണ്ട്. ആ ശ്രമങ്ങളെല്ലാം വിഫലമാക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു നിൻ്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ നിനക്ക് സാധ്യമായി തീരും. ഇന്ന് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു എന്ന ജ്ഞാനം നിൻ്റെ ഹൃദയത്തിൽ പ്രാപിക്കുകയാണ് എങ്കിൽ നിനക്ക് നിൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങളുണ്ടാകും. 2 തരത്തിലുള്ള ജ്ഞാനത്തെപ്പറ്റി ബൈബിൾ സംസാരിക്കുന്നു. യാക്കോബിൻ്റെ ലേഖനം 13-ാം അധ്യായം 3-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 15-ഉം 17-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം എന്താണെന്നും അതുപോലെ തന്നെ പിശാചിൽ നിന്ന് ഉള്ള ജ്ഞാനം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആദ്യം നാം ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ത്തിലേക്ക് നോക്കാം. നമുക്ക് വായിക്കാം. യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 13 വാക്യങ്ങൾ. 13-ാമത്തെ വാക്യം പ്രകാരം പറയുന്നു: കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് ചോദിക്കുന്നു, എന്താണ് നിങ്ങളിൽ ജ്ഞാനിയായവൻ ആര്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ ജ്ഞാനിയായവൻ ആര്? വിവേകിയും ആയവൻ ആര്? അവൻ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടും നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികൾ കാണിക്കട്ടെ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ കയ്പും ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായ പ്രശംസിക്കുകയും ഫോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവുമായ പൈശാചികവുമായതത്രേ. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണ്? ശാഠ്യവും ഈർഷ്യവും ഉണ്ടാകരുത്, ദേഷ്യഭാവങ്ങൾ ഉണ്ടാകരുത്, നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഫോഷ്ക് ഉണ്ടാകരുത്. ദൈവസന്നിധിയിൽ എപ്പോഴും ഒരുമയുള്ളവരായിരിക്കട്ടെ. ഈ ചിന്താഗതി എന്ന് പറയുന്നത്, ശാഠ്യവും ഈർഷ്യവും ഉള്ള ചിന്താഗതി എന്ന് പറയുന്നത്, ഇത് പൈശാചികമായ ചിന്താഗതിയാണ്. ഇത് പൈശാചിക ജ്ഞാനമാണ് നമ്മളിലുള്ളത്. പലപ്പോഴും നമുക്ക് ഈ പൈശാചിക ചിന്തകൾ ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഹൃദയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഭവനങ്ങളിലും സമാധാനമില്ലാതാകുന്നത്. ഈ ജ്ഞാനം നമ്മെ ഭരിക്കുന്നത് കൊണ്ടാണ് വിശ്വാസ ജീവിതം ഹനിക്കുന്ന രീതിയിൽ നാം ആകുന്നത്. ക്രിസ്തുവിനെ പുറത്ത് നിർത്തിയതിനു ശേഷം പൈശാചികനെ നാം നമ്മുടെ ഭവനങ്ങളിലേക്ക് കയറ്റുന്നു. അതിൻ്റെ അനന്തരഫലമോ നമ്മുടെ കുടുംബജീവിതം ശിഥിലമാകുന്നൊരവസ്ഥ. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രതികൂല സാഹചര്യം സൃഷ്ടിക്കുന്നത് ഈ ശാഠ്യമാണ്. നാം പലതിനായി വാശി പിടിക്കുന്നു. പൈശാചിക ജ്ഞാനത്തിന് വേണ്ടി നാം വാശി പിടിക്കുന്നു. അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്നു. ദേഷ്യഭാവങ്ങളിൽ നമ്മളിൽ ഉണ്ടാകുന്നു. ഈ ഭാവങ്ങളൊക്കെയും പൈശാചികൻ്റെ ജ്ഞാനമാകുന്നു.
പൈശാചികൻ നമ്മളിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഇപ്രകാരമുള്ളൊരു സ്വഭാവ സവിശേഷത നമ്മളിൽ ഉണ്ടാകുന്നത് എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇപ്രകാരം ആകാതിരിക്കുവാൻ എപ്പോഴും ദൈവാത്മാവ് നിങ്ങളിൽ പ്രേരിതമാകട്ടെ. ദൈവാത്മാവ് പ്രേരിതമാകുമ്പോൾ പൈശാചികന് അവിടെ യാതൊരു സ്ഥാനവുമില്ല. ദൈവാത്മാവ് പ്രേരിതമാകുമ്പോൾ ദൈവിക ജ്ഞാനവും ദൈവിക സ്വഭാവവും നിങ്ങളിലുണ്ടാകും. ഈ ദൈവിക ജ്ഞാനം പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ നാം നിരന്നുകൊള്ളുക. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ താഴ്മപ്പെടുക. അവൻ്റെ സൗമ്യതയും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ നാം ശ്രമിച്ചു കൊണ്ടിരിക്കുക. അതിന് ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് ദൈവവചനം തന്നെയാണ്. അതുപോലെ തന്നെ പ്രാർത്ഥനാ ജീവിതവും തന്നെയാണ്. ദൈവവചനം ഉരുവിട്ടുകൊണ്ട് അവൻ്റെ വാക്ക് അത്രയധികം ശ്രദ്ധിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും സൗമ്യതയും നിർമ്മലതയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ ജീവിതം ഏറ്റവും ആനന്ദകരവും ഭംഗിയുള്ളതും ആയിത്തീരും. അപ്രകാരം നാം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നമുക്ക് പലപ്പോഴും സാധിക്കാറില്ല. നമുക്ക് വായിക്കാം യാക്കോബിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഉയരത്തു നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളത് കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. ഉയരത്തു നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്നു. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉയരത്തു നിന്നുള്ള ജ്ഞാനം എപ്രകാരമുള്ളത് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഉയരത്തു നിന്നുള്ള ജ്ഞാനം എന്ന് പറയുന്നത് അതിലൊരു കഷ്ടതയില്ല, കപടമില്ല, അതിലൊരു വേദനയില്ല. എപ്പോഴും ശാന്തവും സൗമ്യതയുമുള്ള ഒരു പ്രകൃതം, ക്രിസ്തീയ ജീവിതത്തിലുള്ള പ്രകൃതം നമ്മളിൽ ഉണ്ടാകും. ആ പ്രകൃതം ഉണ്ടാകുമ്പോൾ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കും. ദൈവം നമുക്ക് വേണ്ടി എപ്പോഴും അനുഗ്രഹങ്ങൾ കരുതിയിരിക്കുന്നു. യെരമ്യാവിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളെ ഞാൻ വിശിഷ്ട മുന്തിരിവള്ളിയായി നട്ടിരിക്കുന്നു, നിങ്ങളെങ്ങനെ കാട്ടുമുന്തിരിവള്ളികളായി. കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു യെരമ്യാ പ്രവാചകനിലൂടെ. യെരമ്യാ പ്രവാചകൻ അന്ന് പറഞ്ഞ ആ വാക്യം ഇന്ന് ഈ ലോകത്തിൻ്റെ ആപ്റ്റുമായി താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതും നമുക്ക് വേണ്ടിയാണ് സംസാരിച്ചിരിക്കുന്നത്. നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന ഈ ഈർഷ്യവും ശാഠ്യവും മാറ്റിവെച്ച ദൈവിക ജ്ഞാനമുള്ളവരായി ശാന്തവും സൗമ്യതയും ഉള്ളവരായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉയരത്തു നിന്നുള്ള ജ്ഞാനം അപ്രകാരമുള്ളൊരു ജ്ഞാനമാണ് നിങ്ങൾക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ഓർക്കുക, എപ്പോഴും നമുക്ക് ആശ്രയിക്കുവാൻ പറ്റുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നമ്മെ കരുതുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ, നമ്മോട് കൂടെ ഇരിക്കുവാൻ എപ്പോഴും വാഞ്ചയോടുകൂടി കാത്തിരിക്കുന്നൊരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നമുക്ക് ജ്ഞാനം നൽകുന്നു. നാം അപ്രകാരം ഒരു ജ്ഞാനമാണ് പ്രാപിക്കേണ്ടത്. ആ ജ്ഞാനമാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഏറ്റവും ഭംഗിയായി മാറുന്നത്. എപ്പോഴും നിർമ്മലമുള്ളൊരു ഹൃദയം നിങ്ങളിൽ ഉണ്ടാകട്ടെ. സ്ഥിരമായൊരു ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകട്ടെ. ആ ആത്മാവെന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെ ആയിരിക്കട്ടെ. ആ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളിലായിരിക്കുമ്പോൾ ദൈവിക ജ്ഞാനം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകും. ഈ വാക്യങ്ങളെ ഓർത്തുകൊണ്ട് അന്യോന്യം സന്തോഷിച്ചു കൊള്ളുക. നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, അന്ത്യനാളുകൾ അടുത്തിരിക്കുമ്പോൾ നാം അന്യോന്യം പ്രബോധനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. ഈ വാക്യങ്ങളെ കൊണ്ട് സന്തോഷിച്ചു കൊള്ളുക. നമുക്ക് ഉയരത്തു നിന്നുള്ള ജ്ഞാനം പ്രദാനം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ ഉയരത്തിൽ ഉയർക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. നീതിമാന്മാരുടെ ഹൃദയങ്ങളിൽ എപ്പോഴും സൗമ്യതയും നിർമ്മലതയും നിറഞ്ഞു നിൽക്കണം. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ
ഈ നീതിമാന്മാരുടെ സ്വഭാവ സവിശേഷത കൊണ്ടാണ് അവരുടെ വസ്ത്രങ്ങൾ വളരെ ഭംഗിയാകുന്നത്. ആ വസ്ത്രങ്ങൾ ഭംഗിയാകുമ്പോൾ അവൻ്റെ സ്വഭാവ സവിശേഷതയും ഭംഗിയായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ അനുഗ്രഹം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാകുവാൻ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നു. നമ്മളിൽ ഓരോരുത്തരിലും പ്രവർത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രവർത്തന ശൈലികൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. അവൻ്റെ നിമിത്തമായി ഉയരത്തു നിന്നുള്ള ജ്ഞാനം പ്രദാനം ചെയ്യുന്ന വ്യക്തികളായി ഈ സമൂഹത്തിൽ ഒരു ശാഠ്യവുമില്ലാതെ, സാത്താൻ്റെ ഒരു ജ്ഞാനവും ഇല്ലാതെ ജീവിക്കുന്ന പൈതങ്ങളായി മാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവസന്നിധിയിൽ ഉറച്ചു നിന്നുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. അവൻ്റെ സന്നിധിയിൽ നാം ഉയർന്നു നിൽക്കുകയാണ് എങ്കിൽ, ആ ജ്ഞാനം പ്രാപിക്കുവാൻ തക്കവണ്ണം നാം ശ്രമിക്കുകയാണ് എങ്കിൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടി നന്മകൾ നമുക്കുണ്ടാകട്ടെ. നമ്മെ നട്ടിരിക്കുന്നത് നമ്മുടെ വിശിഷ്ട മുന്തിരവള്ളിയായാണ് കർത്താവായ യേശുക്രിസ്തു നമ്മെ നട്ടിരിക്കുന്നത്. നാം നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. പലപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നാം ആ മുന്തിരിവള്ളികളുടെ അനുഭവത്തിൽ നിന്ന് അതിന് ദൈവത്തിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ദൈവപൈതങ്ങളായി മാറുവാൻ ഇടയുണ്ട്. അത് ആ ജീവിത സാഹചര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് നിന്നെ ഇന്ന് വീണ്ടെടുക്കുവാൻ, പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുമ്പോൾ ദൈവം നിന്നെ ധാരാളമായി ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. ആ പാപത്തിൽ നിന്ന് പാപത്തെ മനസ്സിലാക്കി അതിനെതിരായി പ്രവർത്തിക്കുവാൻ നിനക്ക് ദൈവിക ജ്ഞാനം ഉണ്ടാകട്ടെ. നിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭംഗിയുള്ള ഒരു നിമിഷം ദൈവസന്നിധിയിൽ ഉണ്ടാകട്ടെ. ആ ജ്ഞാനങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തു പരീക്ഷന്മാരാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അവനുള്ള ജ്ഞാനം അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും അവരുടെ ജീവിത സാഹചര്യങ്ങളെ മനസ്സിലാക്കുവാനും അവരെ എപ്രകാരമാണ് ദൈവത്തെ അറിഞ്ഞിരിക്കുന്നതും ദൈവത്തെ പരീക്ഷിക്കുവാനും വന്നിരിക്കുന്നതും എന്ന് ദൈവത്തിന് അറിയാമായിരുന്നു. ആ ജ്ഞാനം നമ്മളിലും ഉണ്ടാകണം. എങ്കിൽ മാത്രമേ സാത്താൻ്റെ പ്രവർത്തികൾ മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ പലപ്പോഴും നാം മനസ്സിലാകാത്തവരെ പോലെ ചിന്തിക്കാറുണ്ട്, മനസ്സിലാകാത്തവരെ പോലെ നാം പ്രവർത്തിക്കാറുണ്ട്. ദൈവം പറയുന്നു, നമുക്ക് ആ ജ്ഞാനം പ്രാപിക്കേണ്ടത് ആവശ്യമാകുന്നു. ഇന്ന് ഈ അന്ത്യനാളുകളിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് അപ്രകാരമുള്ളൊരു ദൈവിക ജ്ഞാനം പ്രാപിച്ച് നമ്മുടെ വിശ്വാസ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നാം ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാപരിശുദ്ധനും നിത്യനിത്യനുമുള്ള ദൈവമേ കർത്താവേ, ഇന്ന് ഈ വചനം ധാരാളമായി ജ്ഞാനം ലഭിക്കുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കണം. അങ്ങയുടെ ദൈവവചനത്തിൻ്റെ ജ്ഞാനത്തിൽ നിന്ന് മുന്നോട്ട് പോകുവാൻ അങ്ങ് സഹായിക്കണം. ഈ ജ്ഞാനം ഞങ്ങൾ ഈ ലോകത്തിൽ മോഹങ്ങളോടല്ല ദൈവിക ജ്ഞാനത്തിലെ തുല്യമായി മുന്നോട്ട് പോകുമ്പോൾ അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടാകണം. മാനവും മഹത്വവും പങ്കെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.